പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് എന്ന് തുടങ്ങി സൂറത്തുൽ ബഖറയിലെ 164 വചനത്തിൻ്റെ തഫ്സീറാണ് തുടങ്ങി വച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത് എന്ന ഭാഗമാണ് വിശദീകരിച്ചത്. വാനങ്ങളിലുള്ള സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഭൂമിയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഇവിടെ ചേർത്ത് പറയുകയാണ്. വൽ അർദ്, അർദ് എന്ന് പറഞ്ഞാൽ ഭൂഗോളമാണ്, ഭൂമിയാണ്. വിശുദ്ധ ഖുർആനിൽ വിവിധ അർത്ഥങ്ങളിൽ അൽ അർദ് എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാമ അൽ ഫൈറൂസാബാദി വിശുദ്ധ ഖുർആനിൽ 14 ആശയങ്ങളിൽ അൽ അർദ് എന്ന് പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമീസ് എന്ന് പറയുന്ന കിതാബിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ വഫിൽ അർദി ആയാത്തുല്ലിൽ മൂഖിനീൻ, ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ഭൂമിയുടെ സൃഷ്ടിപ്പിലും എന്നതാണ് ഇവിടെ ഉദ്ദേശം. അർദ് എന്നതിൻ്റെ ബഹുവചനം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ തിരുമൊഴികളിൽ അറദൂൻ അല്ലെങ്കിൽ അറദീൻ എന്നിങ്ങനെ പ്രയോഗം വന്നിട്ടുണ്ട്. മൻ അഖദ ശിബ്റൻ മിനൽ അർദി ദുൽമൻ തവഖഹുല്ലാഹു ബിഹി യൗമൽ ഖിയാമത്തി മിൻ സബ്ഇ അറദീൻ എന്ന തിരുമൊഴി കാണാം. അർവ ബിൻത് ഉവൈസ്, പ്രമുഖ സഹാബി സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം അവരുടെ ഭൂമി മോഷ്ടിച്ചെന്ന് അന്നത്തെ അമീറായിരുന്ന മർവാൻ ഇബ്നുൽ ഹക്കമിനോട് സങ്കടപ്പെടുകയുണ്ടായി. വ്യാജമായിട്ടാണ് അർവ ഈ ആരോപണം നടത്തുന്നത്. മർവാൻ ഇബ്നുൽ ഹക്കം സഹാബി വര്യൻ സഈദ് ബിൻ സെയ്ദിനെ വിസ്തരിച്ചപ്പോൾ, ഞാൻ അർവയുടെ ഭൂമി കവർന്നെടുക്കുകയോ തിരുദൂതരുടെ ഒരു തിരുമൊഴി ശ്രവിച്ചതിൽ പിന്നെ, ഇതാണ് സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം. അപ്പോൾ മർവാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ കേട്ടത് തിരു ജിഹയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ ഹദീസ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. മൻ അഖദ ശിബ്റൻ മിനൽ അർദി ദുൽമൻ, അന്യായമായി ഒരു ചാൺ ഭൂമി വല്ലവരും കവർന്നാൽ തവഖഹുല്ലാഹു ബിദാലിക യൗമൽ ഖിയാമത്തി ബിസബ്ഇ അറദീൻ, അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കവർന്ന മനുഷ്യനെ 7 ഭൂമി കൊണ്ട് ഖണ്ഡാഭരണം ചാർത്തും. ഇത് പറഞ്ഞതോടുകൂടി മർവാൻ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഒരു തെളിവും വേണ്ടതില്ല. അദ്ദേഹത്തിന് അനുകൂലമായി മർവാൻ നിലകൊള്ളുകയാണ് ഉണ്ടായത്. സഈദ് റളിയല്ലാഹു തആല അൻഹു മർദിതനാണ്, ആരോപണ വിധേയനാണ്. അതുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ ഫഅമി ബസറഹാ വഖ്തുൽഹാ ഫീ അർദിഹാ, അല്ലാഹുവേ, ഇവൾ കള്ളമാണ് പറയുന്നത് എങ്കിൽ അവളുടെ കാഴ്ച കെടുത്തേണമേ, ഈ മണ്ണിൽ അവളെ തീർക്കണമേ. സംഭവം ഉദ്ധരിക്കുന്ന ഉർവ പറയുന്നത്, കാഴ്ച കെട്ട് വീടിൻ്റെ ചുമരിൽ തപ്പി നടന്ന് ആ മണ്ണിലുണ്ടായിരുന്ന ഒരു കിണറിൽ വീണ് ഈ അർവ ഒടുങ്ങുകയും തീരുകയും ചെയ്തു എന്നാണ്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത്. ഈ അർദുൻ എന്നതിൻ്റെ ബഹുവചനം അറദീൻ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അർത്ഥങ്ങൾ പലതാണ്, പദപ്രയോഗങ്ങളും പല നിലക്ക് ഇതിന് വന്നിട്ടുണ്ട്. അറദത്തുൻ എന്ന് ചിതലിന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഖുത്ബക്കും മറ്റും എഴുന്നേറ്റ് നിന്നിരുന്ന ഒരു ഈത്തപ്പനമുട്ടിയെക്കുറിച്ച് ഉബൈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മിമ്പറിൽ പണിതതിൽ പിന്നെ തിരുനബി താൻ കയറി നിന്നിരുന്ന ഈത്തപ്പനമുട്ടി ഒഴിവാക്കി തൻ്റെ മിമ്പറിലേക്ക്, പുതിയ മിമ്പറിലേക്ക് കയറാൻ ചെന്ന സന്ദർഭം ആ ഈത്തപ്പനമുട്ടി ഏങ്ങിക്കരഞ്ഞ ചരിത്രം. സമിഅനൽ ഖശബത തഹിന്നു ഹനീനൽ വാലിഹ് എന്നാണ്, ഏങ്ങിക്കരയുന്നത് കേട്ടു എന്നാണ്. ഹത്ത തസദ്ദ വൻഷഖ്, അത് പിളർന്നു പോകാറായി, അങ്ങനെ അത് ഏങ്ങിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അതിലേക്ക് ചെന്ന് അണച്ചുപൂട്ടി അതിനെ ആശ്വസിപ്പിച്ച ചരിത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശമേറ്റ ആ ഈത്തപ്പന മുട്ടി
അതിനെക്കുറിച്ച് ഉബയ്യ് പറയുന്നത്, പിൽക്കാലത്ത് മസ്ജിദ് പുനർനിർമ്മിച്ചപ്പോൾ ഞാൻ അതിനെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതെൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഫഅകലതുഹുൽ അറദതു വആദ റുഫാതൻ എന്നാണ്. അതിനെ ചിതലു തിന്നു, അത് അങ്ങനെ മണ്ണായി പൊടിയായി മാറി എന്നുള്ളതാണ്. ഇവിടെ അൽ അറദത്ത് എന്നുള്ളത് ചിതലിന് പ്രയോഗിക്കപ്പെട്ടു. ഞാൻ ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ഈ ഒരു പദത്തിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും ദൃഷ്ടാന്തങ്ങൾ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അഗണ്യമാവിധം അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അലം നജ്അലിൽ അർദ കിഫാത അഹ്യാഅൻ വ അംവാത. ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളും വിധം, അവർക്കൊക്കെ മതിയാകും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. മരിച്ച് ജീവനറ്റവർ അവരെ ഈ ഭൂമി ഉൾക്കൊള്ളുന്നു, ജീവിച്ചിരിക്കുന്നവർ അവരെയും ഈ ഭൂമി ഉൾക്കൊള്ളുന്നു. അവർക്ക് അവരുടെ ജീവിതം സുസാധ്യമാം വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമറ്റ അനുഗ്രഹങ്ങളെ വിധാനിച്ച് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി. ഭൂമിയുടെ നിർമ്മാണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോഹങ്ങൾ കണക്കെ അല്ലെങ്കിൽ ഗ്ലാസ് കണക്കെ ഭൂമിയെ സൃഷ്ടിച്ചില്ല. ഇവിടെ മണ്ണുണ്ട്, മണലുണ്ട്, പൂഴിയുണ്ട്, ചളിയുണ്ട്, വെള്ളമുണ്ട്, സസ്യലതാദികളുണ്ട്, ശ്വസിക്കാൻ വായുവുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ, അനുഭവിക്കുവാൻ എത്രയെത്ര വസ്തുവകകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിവേദനം ചെയ്തിട്ടുണ്ട്. 6 നാളുകളിലായി അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. പിന്നെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലത് സൃഷ്ടിച്ചു. അതിനെക്കുറിച്ചാണ് തിരുനബി പറയുന്നത്, ഖലഖല്ലാഹു തുർബത യൗമസ് സബ്ത്. ശനിയാഴ്ച ദിവസം അള്ളാഹു മണ്ണിനെ സൃഷ്ടിച്ചു. വഖലഖ ഫീഹൽ ജിബാല യൗമൽ അഹദ്. ഞായറാഴ്ച ദിവസം അള്ളാഹു അതിൽ പർവ്വതങ്ങളെ പടച്ചു. വഖലഖ അശ്ശജറ യൗമൽ ഇസ്നൈൻ. തിങ്കളാഴ്ച ദിവസം വൃക്ഷലതാദികൾ പടച്ചു. വഖലഖൽ മക്രൂഹ യൗമസ് സുലാസ. ചൊവ്വാഴ്ച ദിവസം അനിഷ്ടകരമായ കാര്യങ്ങളെ പടച്ചു. വഖലഖൻ നൂറ യൗമൽ അർബിഅ. ബുധനാഴ്ച ദിവസം പ്രകാശത്തെ പടച്ചു. വബസ്സ ഫീഹ ദവാബ യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസം മണ്ണിൽ അള്ളാഹു ജന്തുജാലങ്ങളെ പടച്ചു. വഖലഖ ആദമ അലൈഹിസ്സലാം ബഅദൽ അസ്രി മിൻ യൗമിൽ ജുമുഅത്തി ഫി ആഖിരിൽ ഖൽഖ് ഫി ആഖിരി സഅത്തിൻ മിൻ സഅത്തിൽ ജുമുഅ ഫീമാ ബൈനൽ അസ്രി ഇലൽ ലൈൽ. സൃഷ്ടിപ്പിൻ്റെ അവസാനത്തിൽ വെള്ളിയാഴ്ച അസറിന് ശേഷം അള്ളാഹു ആദമിനെ പടച്ചു അലൈഹിസ്സലാം. വെള്ളിയാഴ്ച അവസാന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഇவ்விധം സൃഷ്ടിച്ചതിനെ, അതിൽ അനുഗ്രഹങ്ങളെ അനുഭവങ്ങളെ ഒരുക്കിയതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ എണ്ണുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വസിക്കാൻ ഇടം വേണം, ജീവിക്കാൻ കാലവും വേണം. വസിക്കുവാനുള്ള ഇടത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തുടക്കത്തിൽ ഉണർത്തിയതെന്ന് ചില തഫ്സീറുകളിൽ വായിക്കാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അവന് ജീവിക്കുവാനുള്ള കാലം, അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാവും പകലും അത് മനുഷ്യന് വസിക്കുവാനുള്ള കാലമാണ്. രാവിൻ്റെയും പകലിൻ്റെയും സൃഷ്ടിപ്പിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചേർത്ത് പറയലിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മിൻഹാ ഖുലിഖ്നാ വകാനത് ഉമ്മനാ ഖുലിഖത് വനഹ്നു അബ്നാഉഹാ ലൗ അന്നനാ ശുക്റു ഹിയൽ ഖറാറു ഫമാ നബ്ഗി ബിഹി ബദലൻ മാ അർഹമൽ അർള ഇല്ലാ അന്നനാ കുഫുറു. ഒരു കവിയുടെ ഭാവനയാണിത്. ഭൂമിയിൽ നിന്നാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമി നമ്മുടെ മാതാവാണ്, അതും സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ ഭൂമിയുടെ മക്കളാണ്. നമ്മൾ നന്ദിയുള്ളവരാണ് എങ്കിൽ ഈ ഭൂമിയാണ് നമുക്ക് വാസസ്ഥാനം. ഇതിന് പകരം നമ്മൾ മറ്റൊരിടം ആഗ്രഹിക്കുന്നേ ഇല്ല. മാ അർഹമൽ അർദ്. ഭൂമി എത്ര കരുണാമയമാണ്. ഇല്ല അന്നന കുഫ്രു. പക്ഷേ നമ്മൾ നന്ദികേട് കാണിക്കുന്നവരുമാണ്. ഭൂമിയാകുന്ന ഈ ഒരനുഗ്രഹം എത്രമേൽ എന്ന് വായിക്കുവാനാണ് കവി ഇത് പറയുന്നത്. ഈ ഭൂമി നമുക്കൊരിക്കലും നിത്യവാസത്തിനുള്ളതല്ല. എന്നിട്ടും ഈ ഭൂമിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. വസിക്കുവാൻ, താമസിക്കുവാൻ. മറ്റൊരിടം ഈ ഭൂമിക്കപ്പുറം നമ്മൾ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമി നിത്യവാസത്തിനിടമില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഇത്ര
തൽപരനാകുന്നത് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ലിഅന്നഹു മിൻഹാ ഖുലിഖ് ഫഹിയ ഉമ്മുഹു, കാരണം ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അത് അവൻ്റെ മാതാവാണ്. വഫീഹാ ഉലിദ ഫഹിയ മഹ്ദുഹു, ഈ ഭൂമിയിലാണ് അവൻ പ്രസവിക്കപ്പെട്ടത്, ഈ ഭൂമി അവനുള്ള മടിത്തട്ടാണ്. വഫീഹാ നശ ഫഹിയ ഉഷുഹു, ഈ ഭൂമിയിലാണ് അവൻ വളർന്നു വലുതായത്, അതുകൊണ്ട് ഈ ഭൂമി അവൻ്റെ കൂടാകുന്നു. വഫീഹാ റുസിഖ്, ഈ ഭൂമിയിലാണ് അവന് അന്നം കനിയപ്പെടുന്നത്. ഫഹിയ ഐഷുഹു, അവൻ്റെ ജീവിതം ഈ ഭൂമിയാണ്. വഇലൈഹാ യഊദ് ഫഹിയ കിഫാത്തുഹു, ഈ ഭൂമിയിലേക്കാണ് അവന് മരിച്ചു മടങ്ങാനുള്ളത്, അവന് മരിച്ചാൽ ഉൾക്കൊള്ളുന്ന ഇടമാണ് ഈ ഭൂമി. വഹിയ മമറു സാലിഹീൻ ഇലൽ ജന്ന, സജ്ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നടന്നു കയറുവാനുള്ള നടവഴിയാണ് ഈ ഭൂമി. അതുകൊണ്ടാണ് മനുഷ്യന് ഈ ഭൂമിയോട് ഇത്രമാത്രം ഇമ്പവും കമ്പവും എന്ന് ഒരു ദാർശനികൻ പറയുകയുണ്ടായി. ഞാനിത് ഇവിടെ കേൾപ്പിച്ചത്, കവിതയും ഇവിടെ കേൾപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ വിധാനിച്ചാണ് ഈ ഭൂമിയെ പടച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുവാനാണ്, ചിന്തിക്കുവാനാണ്. നമുക്ക് വസിക്കുവാൻ സ്ഥലവും ഇടവും വേണം, അപ്രകാരം നമുക്ക് കാലവും സമയവും വേണം. സ്ഥലവും ഇടവുമാണ് വാനങ്ങളും ഭൂമിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന ഈ തുടക്കത്തിൽ ഈ രണ്ടിടങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് വസിക്കുവാനുള്ള കാലത്തെയും സമയത്തെയുമാണ്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആ സമയവും കാലവുമാണ് രാവും പകലും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ അത്ഭുതകരമാം വിധം, ധാരാളമാം വിധം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. അൽ ഇഖ്തിലാഫ് എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. ആദർശത്തിലും അഭിപ്രായത്തിലും വാക്കുകളിലുമൊക്കെ പരസ്പരം വ്യത്യാസം വരുമ്പോൾ അതിന് അൽ ഇഖ്തിലാഫ് എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, കക്ഷികൾ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ അഭിപ്രായ വ്യത്യാസമുള്ളവർ ആയിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിലും തിരുമൊഴിയിലുമൊക്കെ ഇങ്ങനെ ഇഖ്തിലാഫ് പ്രയോഗിച്ചത് കാണാം. പലയിടങ്ങളിൽ, പല പ്രയോഗങ്ങളിൽ. അൻ യഅഖുദ കുല്ലു വാഹിദിൻ ത്വരീഖൻ ഗൈറ ത്വരീഖിൽ ആഖർ ഫീ ഹാലിഹി ഔ ഫിഅലിഹി, അവസ്ഥയിലും പ്രവൃത്തിയിലും ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായ വഴിയും മാർഗവും സ്വീകരിക്കുന്നതാണ് ഇഖ്തിലാഫും മുഖാലഫയും. അൽ ഖിലാഫു വൽ ഇഖ്തിലാഫ് യുറാദു ബിഹി മുത്ലഖുൽ മുഗായറ ഫിൽ ഖൗലി അവിൽ റഅയി അവിൽ ഹാലത്തി അവിൽ ഹൈഅത്തി അവിൽ മൗഖിഫ്, വാക്കിൽ, അഭിപ്രായത്തിൽ, അവസ്ഥയിൽ, രൂപത്തിൽ, നിലപാടിൽ വ്യത്യസ്തത. ഇതാണ് ഖിലാഫും ഇഖ്തിലാഫും ഒക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ഇഖ്തിലാഫ് തന്നെയാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നിടത്തും പ്രയോഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ എന്നതിൽ ഉദ്ദേശിച്ചതെന്ത്? അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, തഫ്സീറുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. രൂപത്തിലും ഭാവത്തിലും അവസ്ഥയിലും ഒക്കെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുമ്പോൾ അത് ഇഖ്തിലാഫാണ്. ആ വ്യത്യാസപ്പെടലൊക്കെയും ഇവിടെയും പരിഗണനീയവുമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എനിക്ക് സൂറത്തുൽ അഹ്ഖാഫ് ഓതിത്തരികയുണ്ടായി. തിരുദൂതർ സൂറത്തുൽ അഹ്ഖാഫ് മറ്റൊരു വ്യക്തിക്കും ഓതിക്കൊടുത്തു. ഫഖാലഫനി ഫി ആയത്തിൻ, തിരുദൂതർ ഓതിക്കൊടുത്ത അപരൻ ഒരായത്തിൻ്റെ പാരായണ വിഷയത്തിൽ എന്നോട് എതിരായി. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൻ അഖറഅകഹ, താങ്കൾക്ക് ആരാണ് ഇങ്ങനെ ഓതിത്തന്നത് ഈ ആയത്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് ഓതിത്തന്നത്. ഫഅതൈതുഹു വഹുവ ഫീ നഫരിൻ, അപ്പോൾ തിരുദൂതർ ഒരാൾക്കൂട്ടത്തിലിരിക്കെ ഞാൻ തിരുസവിധത്തിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലം തുഖ്രീനി ആയത കദ വകദ, തിരുദൂതരെ താങ്കൾ എനിക്ക് ഇന്നിന്ന ആയത്തുകളൊക്കെ ഓതി തന്നില്ലേ? അവിടുന്ന് പ്രതികരിച്ചു, ബല, അതെ. അപ്പം ഞാൻ ചോദിച്ചു, ഫ ഇന്ന ഹാദാ യസ്ഉമു അന്നക അഖറഅതഹ ഇയ്യാഹു കദ വകദ, എങ്കിൽ ഈ വ്യക്തി ഇതാ വാദിക്കുന്നു താങ്കൾ അദ്ദേഹത്തിന് ഇന്ന രീതിയിലാണ് ഓതിക്കൊടുത്തത് എന്ന്. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഫഅറഫ്തു ഫി വജ്ഹിഹിൽ കറാഹിയ, തിരുദൂതരുടെ തിരുമുഖത്ത് ഒരു നീരസം ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് പറഞ്ഞു, കിലാക്കുമാ മുഹ്സിനുൻ, നിങ്ങൾ ഇരുവരും നന്നായി പാരായണം ചെയ്യുന്നവരാണ്. ലാ തഖ്തലിഫു, നിങ്ങൾ ഒരിക്കലും ഇഖ്തിലാഫിലാകരുത്, അഭിപ്രായ വ്യത്യാസത്തിലാകരുത്.
ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഇഖ്തിലാഫ്, നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഇഖ്തിലാഫാണ്, അഭിപ്രായ വ്യത്യാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയിക്കുകയുണ്ടായി. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇഖ്തിലാഫ് പാരായണത്തിലുള്ള ഈ വ്യത്യാസം, അതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസം, അതാണ് ഉദ്ദേശം. അപ്പോൾ അഭിപ്രായത്തിലും അവസ്ഥയിലും രൂപത്തിലും ഭാവത്തിലും നിലപാടിലുമൊക്കെയുള്ള വ്യത്യസ്തത, അതാണ് ഇഖ്തിലാഫ് അർത്ഥമാക്കുന്നത്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നിടത്ത് രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫ് എന്ന് പറയുമ്പോൾ അവസ്ഥയിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ രാവും പകലും തമ്മിലുള്ള വ്യത്യസ്തത ഉദ്ദേശമാണ്. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നതുകൊണ്ട് ഉദ്ദേശം ഒന്ന് മറ്റൊന്നിൻ്റെ പിറകെ വരുന്നു എന്നതാണ്. അന്ന കുല്ല മിൻഹുമ യഅതി ഖൽഫൽ ആഖർ വന്നഹാർ യഅതി ഖൽഫൽ ലൈൽ വല്ലൈലു യഅതി ഖൽഫൻ നഹാർ. രണ്ടിൽ ഓരോന്നും മറ്റൊന്നിൻ്റെ പിറകെ വരുന്നു. പകൽ രാവിൻ്റെ പിറകിൽ, രാവ് പകലിൻ്റെ പിറകിൽ എന്ന നിലക്ക്. സൂറത്ത് ഫുർഖാന്റെ 62-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അള്ളാഹു ആകുന്നു രാവിനെയും പകലിനെയും ഖിൽഫത്താക്കിയവൻ. ഖിൽഫത്ത് എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്നത്, ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന നിലക്ക്. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും വലിയ ദൃഷ്ടാന്തമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിനെയും പകലിനെയും ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. രാവിൽ നിന്ന് പകൽ വ്യത്യസ്തത പുലർത്തുന്നു, പകലിനെ അപേക്ഷിച്ച് രാവും വ്യത്യസ്തത പുലർത്തുന്നു പല വിഷയങ്ങളിൽ. വജഅൽനൽ ലൈല വന്നഹാറ ആയതൈൻ ഫമഹൗനാ ആയത്തൽ ലൈലി വജഅൽനാ ആയത്തൻ നഹാരി മുബ്സിറ. രാവിനെയും പകലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി. രാവിൻ്റെ പ്രധാന ദൃഷ്ടാന്തമായ ഇരുളിനെ അള്ളാഹു മായിക്കുന്നു, നാം മായിക്കുന്നു. വജഅൽനാ ആയത്തൻ നഹാരി മുബ്സിറ, പകലിൻ്റെ ദൃഷ്ടാന്തമായ വെട്ടം, അത് വെട്ടം പരത്തുന്ന രീതിയിൽ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ പകലിൻ്റെ ധർമ്മം പറയുന്നു, ലിതബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും എന്ന് തുടങ്ങി. ഫാലിഖുൽ ഇസ്ബാഹ് വജഅലൽ ലൈല സകന, പ്രഭാതത്തെ വിടർത്തിയവനത്രേ അള്ളാഹു, രാവിനെ അവൻ ശാന്ത സന്തായമാക്കിയിരിക്കുന്നു. വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ, രാവിനെ നാം വസ്ത്രമാക്കിയിരിക്കുന്നു, പകലിനെ നാം വാസയോഗ്യമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും പകലിലെയും വ്യത്യസ്തതകൾ, അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 71, 72, 73 വചനങ്ങളിൽ നമ്മളെ ഉണർത്തുന്നത്, പഠിപ്പിക്കുന്നത്. അള്ളാഹു ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, നിങ്ങളുടെ അഭിപ്രായവും അറിവും എന്താണ്? അന്ത്യനാൾ വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിനെ നിത്യമാക്കുകയാണ് എങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ, അള്ളാഹു അല്ലാതെ ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്ക് പ്രകാശം കൊണ്ടെത്തിക്കുക? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? ഖുൽ പറയുക, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും അള്ളാഹു പകലിനെ തുടർത്തുകയാണ് എങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈൽ തസ്കുനൂന ഫീഹ്, നിങ്ങൾ സമാധാനം കണ്ടെത്തുവാൻ ഒരു രാവിനെ അള്ളാഹു അല്ലാതെ മറ്റ് ഏതൊരു ആരാധ്യനാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുക? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കി കാണുന്നില്ലേ? വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹ് വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യാതിരേകമാണ് രാവും പകലും അവൻ നിങ്ങൾക്ക് പടച്ചു തന്നു എന്നത്. രാവിൽ ലിതസ്കുനൂ ഫീഹ്, നിങ്ങൾ സമാധാനം പൂണ്ടുറങ്ങുന്നതിന് വേണ്ടി, സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, പകലിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം അന്നമായി നിങ്ങൾ കാക്ഷിക്കുകയും തേടുകയും ചെയ്യുന്നതിന് വേണ്ടി. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലും തമ്മിലുള്ള ഇഖ്തിലാഫ്, അത് എങ്ങനെ, അതിലുള്ള ദൃഷ്ടാന്തം അതെങ്ങനെ എന്ന് വിശദമാക്കി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശിഷ്യ രാവിനെ തുടർന്ന് പകൽ വരുന്നതിൽ, പകലിനെ തുടർന്ന് രാവ് വരുന്നതിൽ, ആ നിലക്കുള്ള രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിൻ്റെ വിഷയത്തിൽ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ
സൂറത്ത് നൂറിൻ്റെ 44-ാം വചനത്തിൽ പറയുകയാണ്, രാവിനെയും പകലിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊണ്ടുവരുന്നു. ദൃഷ്ടിയുള്ളവർക്കതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായും എന്നാണ് പറയുന്നത്. ഇതുപോലെ ധാരാളം വചനങ്ങൾ ഇതുപോലെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ വായിക്കുവാൻ സാധിക്കും. വെട്ടവും ഇരുട്ടും, ചൂടും തണുപ്പും, ഇരുളിൻ്റെ മറവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, പകലിൻ്റെ വെട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഇരുളിൽ നിർവഹിക്കപ്പെടുന്ന ധർമ്മങ്ങൾ, പകലിൽ നിർവഹിക്കപ്പെടുന്നതായ ധർമ്മങ്ങൾ, രാവിൻ്റെയും പകലിൻ്റെയും ദൈർഘ്യവും ചുരുക്കവും, രാവിൽ മനുഷ്യർ കാണുന്ന ശാന്തിയും സമാധാനവും ആശ്വാസവും, പകലിൽ പണിയെടുക്കുന്നതും ഉപജീവനം തേടുന്നതും അന്നം കാക്ഷിക്കുന്നതുമൊക്കെയായി രാവും പകലും ദൃഷ്ടാന്തങ്ങളുടെ ബാഹുല്യമാണ്, ആധിക്യവുമാണ്. കവി മുത്തനബി പറഞ്ഞില്ലേ, വകം ലിളാമിൽ ലൈലി ഇൻദി മിൻ യദി തുഖ്ബിറു അന്നൽ മാനവിയ്യത തക്ദിബു എന്ന്. വകം ലിളാമിൽ ലൈലി ഇൻദി മിൻ യദി, രാവിൻ്റെ ഇരുട്ടിന് എൻ്റെ അടുക്കൽ എത്രമേൽ നന്മകളും അനുഗ്രഹങ്ങളുമാണുള്ളത്. തുഖ്ബിറു അന്നൽ മാനവിയ്യത തക്ദിബു, രാവിൻ്റെ മറവിലും ഒളിവിലും ഉള്ളതായ അനുഗ്രഹങ്ങളും നന്മകളും മാനവീയ പ്രസ്ഥാനം കളവ് പറയുന്നു എന്നതിനെയാണ് പ്രസ്താവിക്കുന്നത്. എന്തിനാണ് മുത്തനബി ഇങ്ങനെ ഒരു വരി പാടിയത്? മാനവീയ പ്രസ്ഥാനക്കാർ രാവിൻ്റെ ഇരുട്ടിനെ തിന്മയായും പകലിൻ്റെ വെട്ടത്തെ നന്മയായും വിധിച്ചു. എന്നിട്ട് അവർ ഇരുട്ടിനെക്കുറിച്ച് ഇലാഹുഷർ, തിന്മയുടെ ആരാധ്യനെന്നും, പ്രകാശത്തെക്കുറിച്ച് ഇലാഹുൽ ഖൈർ, നന്മയുടെ ആരാധ്യൻ എന്നും പറയുകയുണ്ടായി. ഈ മാനവീയ മതക്കാർ, അവരെയാണ് മുത്തനബി ഇവിടെ ഈ ഒരു വരിയിലൂടെ എതിർക്കുന്നത്. ഞാനിവിടെ ഉദ്ധരിച്ചത് പകലിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ, നന്മകൾ, അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അപ്രകാരം രാവിലും അത്ഭുതങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമാണ്, നന്മകൾ ഏറെയാണ്. മാനവീയ മതക്കാർക്ക് രാവിൻ്റെ ഇരുട്ട് മുഴുവൻ കെടുതിയാണ്, തിന്മയും വിപത്തുമാണ്. അതുകൊണ്ടാണ് അവർ അതിനെ ഇലാഹുഷർ എന്ന് വിധിക്കുകയുണ്ടായത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിൻ്റെ വിഷയത്തിൽ വായിക്കുന്ന നന്മകൾ എത്രയാണ്. വിശുദ്ധ ഖുർആനിൽ രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഖനൻ ലിതസ്കുനു ഫീഹി, രാവ് സമാധാനം, നിങ്ങളതിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി. വജഅലൽ ലൈല ലിബാസൻ, രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം എന്ന് അതിനെ വിധിച്ചു. അങ്ങനെ അല്ലാഹു നിശ്ചയിച്ചു. രാവിൻ്റെ സമാധാനവും ശാന്തിയും നിശബ്ദതയും ഉറക്കവുമൊക്കെ രാവിലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ. മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാത്രി പകലിനേക്കാൾ നന്മകൾ നേടുവാനും പുണ്യം പ്രവർത്തിക്കുവാനും അവസരവും ഇടവുമാണ്. അഫ്ദലു സലാത്തി ബഅദൽ ഫരീദ, സലാത്തുൽ ലൈൽ, നിർബന്ധ നിസ്കാരങ്ങൾക്കപ്പുറം ഏറ്റവും ശ്രേഷ്ഠ നിസ്കാരം രാത്രിയിലെ നിസ്കാരം എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇന്ന ഫിൽ ലൈലി ലസാഅതൻ ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു വദാലിക കുല്ല ലൈലത്തിൻ. ജാബിർ റളിയല്ലാഹു അൻഹു നിന്നുള്ളൊരു തിരുമൊഴിയിൽ, രാത്രിയിൽ ഒരു സമയമുണ്ട്, ആ സമയം ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് തൻ്റെ ഇഹപര നന്മകൾക്ക് വേണ്ടി തേടുകയായാൽ ഇല്ല അഅതാഹു ഇയ്യാഹു, ആ തേടിയത് അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും. വദാലിക കുല്ല ലൈലത്തിൻ, ഈ ഒരു അനുഗ്രഹം എല്ലാ രാത്രിയിലുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ രാവിൽ എത്ര നന്മകൾ, പുണ്യങ്ങൾ, ദുആ ചെയ്യാനുള്ള അവസരങ്ങൾ, നിസ്കരിക്കുവാനുള്ള അവസരങ്ങൾ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രാത്രിയിൽ നിസ്കരിക്കാൻ കൽപ്പിച്ചത്. രാത്രിയിലെ 1/3 ശേഷിക്കുമ്പോൾ അനൽ മലിക് അനൽ മലിക് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ മിൻ ദാഇ യദ്ഉനി ഫഅസ്തജീബ ലഹു എന്നൊക്കെ ചോദിച്ച്, ദുആ ഇറക്കുന്നവനുണ്ടോ, അവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ അവതരിക്കുന്ന സമയം, അതാണ് രാവിൻ്റെ പ്രത്യേകത. ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങൾ. മുത്തനബി കവി മാനവീയ മതക്കാരെ രാവ് മുഴുവൻ ഷർറാണെന്ന് വിധിച്ചപ്പോൾ അത് കളവാണ്. രാവിലെ എത്രയെത്ര നന്മകൾ, അനുഗ്രഹങ്ങൾ എന്നതിനാലാണ് പറയുകയുണ്ടായത്. സഹോദരന്മാരെ, ഞാനിവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞു, രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിനെ കുറിച്ച്. അത് ഒന്ന് മറ്റൊന്നിന് പിറകെ വരുന്നു
എന്ന മഹാത്ഭുതത്തെ ഉദ്ദേശിക്കുന്നതാണ്. ഒപ്പം രാവിലും പകലിലുമുള്ള അവസ്ഥകളുടെ വ്യത്യസ്തതകൾ, ഭാവങ്ങളുടെ വ്യത്യസ്തതകൾ, വിശേഷണങ്ങളുടെ വ്യത്യസ്തതകൾ, വിഷയങ്ങളുടെ വ്യത്യസ്തതകൾ, ഇതിനെയൊക്കെ ഉദ്ദേശിക്കുന്ന പ്രയോഗമാണ്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് ഇനിയും പഠിക്കാം ആയത്തിൻ്റെ ബാക്കി ഭാഗം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.